നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ പ്രധാന ചർച്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളൊരു വിയോഗത്തെക്കുറിച്ചുകൂടെ പറയേണ്ടി വരും. ഇന്ന് ആകാശവാണിയിലെ വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ സാർ, അദ്ദേഹം അന്തരിച്ചിട്ടുണ്ട്. എനിക്ക് സംശയം, നമ്മുടെ വാർത്തകൾ വായിക്കുന്ന രാമേന്ദ്രൻ പറഞ്ഞ നല്ല ശബ്ദത്തിലുണ്ടായിരുന്ന നല്ല ഉച്ചാരണ തിരുവനന്തപുരം നിലയത്തിൽ വായിക്കുമായിരുന്നു. നല്ല സ്ഫുടമായിട്ട് വായിക്കുമായിരുന്ന ഒരു ശബ്ദം, ഭയങ്കര ശബ്ദം. അതേപോലെ കൈരളി ടി വിയിൽ സാക്ഷിക്ക് ശബ്ദം കൊടുക്കുന്ന അദ്ദേഹമാണ്. പിന്നെ അത് 24 എന്തോ ഒരു പരിപാടിക്ക് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, ഓഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു. ആകാശവാണിയിലെ കൗതുക വാർത്തകൾ അന്ന് രാമേന്ദ്ര സാറായിരുന്നു. ആ മനോഹര ആ വാർത്തകൾ, ആ ശബ്ദം നമ്മുടെ ഒന്നും മനസ്സിൽ നിന്ന് ഒരിക്കലും മായത്തില്ല. ഒരിക്കലും ഇല്ല. നമ്മളൊക്കെ മാധ്യമരംഗത്തേക്ക് ആകർഷിച്ച് ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ, ഇല്ലേ? അത്രയും മനോഹരമായൊരു ശബ്ദമായിരുന്നു അദ്ദേഹത്തെ പോയി. പക്ഷെ ആ രാമചന്ദ്രൻ അല്ല അപ്പോൾ ഇടയ്ക്ക് കാണാതെ പോയത്. മാവേലിക്കര രാമേന്ദ്ര സാറാണ് അത്. അദ്ദേഹം ആകാശവാണിയിലായിരുന്നു, ഡൽഹി ആകാശവാണിയായിരുന്നു അദ്ദേഹം. ഒരു ടഫ് ശബ്ദം, വാർത്തകൾ അതല്ലേ? അതെ, ഇദ്ദേഹം ആകാശവാണി. ഇത് ഭയങ്കര സ്ഫുട വാർത്തകൾ വായിക്കുന്നത് ഈക്കൊരു നീട്ടുകൊല്ലോ നമുക്ക് തോന്നുന്നു. വയസ്സായി അല്ലേ? 80 വയസ്സായി. 90 വയസ്സാണ്. പക്ഷേ ഞാൻ ഈ പലപ്പോഴും ഇത്തരം മരണവാർത്തകൾ, ലെജൻഡാണ് ശരിക്കും അദ്ദേഹം, ഇത്തരം മരണവാർത്തകൾ കണ്ടു കഴിയുമ്പോഴാണ് ഇദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നോ, ഒന്ന് പോയി കണ്ടില്ലല്ലോ എന്നറിയുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കീരിക്കാടൻ ജോസിന്റെ മരണ വാർത്ത, മോഹൻരാജ്, അദ്ദേഹം തിരുവനന്തപുരത്ത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനും കരുതുന്നത് അദ്ദേഹം ചെന്നൈ താമസിക്കുന്നു എന്നാണ്. പക്ഷേ കാഞ്ഞിരംകുളത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അല്ല, സത്യം പറഞ്ഞാൽ ഈ വേറെ പല ആളുകളും, ഈ പല പ്രമുഖരും സംഗീതജ്ഞരൊക്കെ പല ആളുകളും ബിച്ചുത്തിരുമല അല്ല മറ്റേ പെരുമ്പാവൂർ രവീന്ദ്ര സാറൊക്കെ തിരുവനന്തപുരത്ത്, ഇവരൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കാണാൻ പറ്റിയില്ലല്ലോ. അവർ രാമേന്ദ്ര സാറിന് ഞാൻ ജീവണ്ടിയിൽ കൊച്ചിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഈ വായനക്കാർക്ക് അവർക്ക് വേണ്ടി പരിശീലനത്തിന് സാറിനെ കൊണ്ടുവന്നിരുന്നു ഒരാഴ്ചത്തേക്ക്. അപ്പോൾ സാറിന് എന്ന് രാവിലെ പിക്ക് ചെയ്യേണ്ട ജോലി എനിക്കായിരുന്നു, വണ്ടി കൊണ്ട് സാറിനെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഈ ഓരോ പുള്ളി ഒരു വാർത്ത എടുത്ത് തന്നിട്ട് എല്ലാവരും വായിക്കാൻ പറയും. പിന്നീട് അതെങ്ങനെയാണ് അതിന് ഉച്ചാരണ ശുദ്ധിയോടുകൂടി വായിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരുമ്പോഴേ നമുക്ക് അത്ഭുതപ്പെട്ടു. ഒരു മനുഷ്യൻ ഇത്ര സ്ഫുടമായിട്ട് എങ്ങനെ വാർത്ത വായിക്കുന്നു എന്നുള്ളത്. അദ്ദേഹം മലയാളം പശ്ചാത്തലം ഉണ്ടായിരുന്നു അതോ? അതറിയില്ല. അദ്ദേഹത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ മറ്റൊരു ജോലി ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ആദ്യം. പിന്നീടാണ് അദ്ദേഹം ആകാശവാണിയിലേക്ക് വന്നത്. എന്തായാലും ആ മഹാനായ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ ശബ്ദം. കേരളത്തിൽ ഇന്ന് വേറെ എന്തൊക്കെയാണ് സംഭവങ്ങൾ? ഇന്നിപ്പം നമ്മുടെ PR വിജയൻ പ്രത്യേകിച്ചും സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല. അൻവറിൻ്റെ പേരിൽ ഞാൻ ഇന്നാണ് അൻവറിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങൾ വാർത്ത കൊടുത്തിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അൻവറിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആളുകൾ എന്നോട് പറയുന്നു നിങ്ങൾക്ക് അയാളുടെ എന്തോ പക ഉള്ളത് കൊണ്ട് പക വീട്ടുന്നത് പോലെ സംസാരിക്കുന്നതുകൊണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം പലർക്കെതിരെയും കേസെടുക്കണം. ഇപ്പം എനിക്കിതിന് ഒരുപാട് കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകളൊക്കെ സർക്കാർ പക വീട്ടാൻ വേണ്ടി എടുക്കുന്നു, അല്ലെങ്കിൽ അത് സാങ്കേതികമായൊരു കേസുകൾ മാത്രം, അതിനകത്ത് കഥയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ആ പയ്യനില്ലേ യദു, അവൻ കോടതി പോയിട്ട് മേയർക്കെതിരെ കേസെടുത്തല്ലോ. കോടതി കേസെടുക്കുമ്പോൾ എന്നിട്ട് വല്ലതും സംഭവിച്ചു? മേയറെ ചോദ്യം ചെയ്തു, മേയറുടെ കൂടെ ഉണ്ടായിരുന്ന ചോദ്യം, ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് കേസുണ്ടായി എന്ന് പറയുന്നതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അൻവർക്കെതിരെ ആരോ ഒരാൾ പരാതി കൊടുത്തനുസരിച്ച് കറുകച്ചാൽ പോലീസ് കേസെടുത്തു. അതിൻ്റെ അകത്തൊന്നുമില്ല, ആ ഒരു ദിവസത്തെ കാര്യമുള്ളൂ, ജാമ്യലാവൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്, ഞാൻ ഇന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ചാണ് ഞാനത് പഠിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഈ കേസിൽ ഇപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ മറുനാടനെതിരെയായിരുന്നു ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അറസ്റ്റിലാവുമായിരുന്നു. അതായിരിക്കുന്നു പത്രക്കാർ അദ്ദേഹം കാണാത്തത്. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ആയിരിക്കും അല്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സ്വിച്ച് ഓഫ്. എല്ലാ ദിവസം പത്രക്കാരെ കാണാനില്ല, ഇന്നില്ല, ഒരു വിവരമില്ലെന്ന് പറയുന്നത്. ഒരു വിവരമില്ല. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ മാറാൻ പറ്റുമോ? നാളെ പ്രോഗ്രാമുള്ളല്ലേ, പാർട്ടി രൂപീകരണമൊക്കെ ഇല്ലേ നാളെ? അല്ല, അദ്ദേഹം വലിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യും, അങ്ങനെ മാറാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് ഇന്ന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് മൈലേജാണ്. പക്ഷെ അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് വെറും ഈ വകുപ്പ് കൊണ്ട് മാത്രമല്ല, വിഷയം ഗൗരവമേറിയതാണ്. എനിക്ക് തോന്നുന്നു ഇയാൾക്കൊരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു. അതായത് ഈ മലപ്പുറം അരീക്കോട് കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റുകളെ പിടിക്കുന്നതിന് വേണ്ടി അതീവ രഹസ്യമായ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. ആർക്കും അറിയത്തില്ലായിരുന്നു, അരീക്കോടുകാർക്ക് പോലും അറിയത്തില്ലായിരുന്നു. അത് പോലീസിന് ഏർപ്പാടുകൾ ബോർഡ് വെക്കത്തില്ല, പോലീസാന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചതാവാം ഇത് ടെലിഫോൺ ചോർത്താനാണെന്ന്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് അടക്കമുള്ള കുറേ വിവരങ്ങൾ ശേഖരിച്ച് ഈ പോലീസുകാരുടെ വിവരങ്ങൾ പുറത്തു വിട്ടു. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഇടയിൽ 2 സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഒരു SP യുടെയും 2 DYSPമാരുടെയും ഒക്കെ സഹായം അദ്ദേഹത്തിനുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹം ഒരു
20ഓളം ആളുകളുടെ ഒരു 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 എന്താ പറയുക ഒരു ഗ്രൂപ്പ് CBI മുൻ പോലീസുകാരൊക്കെ ഉള്ള ഒരു അന്വേഷണ സംഘമാണ്. അതിൻ്റെ അകത്ത് ഡാൻസ് സ്റ്റാഫിലുള്ള പോലീസുകാരൊക്കെ ഉണ്ട്, കൂടാതെ മുൻ പോലീസുകാരുണ്ട്, ഒപ്പം സ്വർണ്ണക്കടത്തിൻ്റെ കാര്യന്മാരുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ആണ് ഇദ്ദേഹത്തിനോട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്ന ഒരു SP എന്നാണ് എനിക്കിന്ന് കിട്ടിയ മലപ്പുറത്ത് നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്ന SP കുറച്ചു കാലം ഈ മലപ്പുറം SP ചുമതല വഹിച്ചിരുന്നത്രേ 1-1.5 മാസം. ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വിവരങ്ങൾ പലതും ശേഖരിച്ചിരുന്നത് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടെന്നാണ് നമ്മളോട് മലപ്പുറം ലേഖകൻ പറഞ്ഞത്. പക്ഷേ കൺഫേം ചെയ്യാത്ത കാരണം നമ്മൾ അയാളുടെ പേര് പറയുന്നില്ല, അത് മാത്രം. അപ്പോൾ ഈ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ പണ്ട് ഏറ്റവും വിചിത്രമായ വസ്തുത അതാണ് അതിൻ്റെ ഫോൺ ചോദിച്ചു, രാജ്യദ്രോഹ കുറ്റം ചെയ്തു. ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പാകിസ്ഥാൻ എടുത്ത് കൊടുത്തു. ആ ആരോപണം മറുനാടനെതിരെ അദ്ദേഹം എടുത്തത് വെറും ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ പേരിലായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് എല്ലാവർക്കും വാട്സാപ്പിലും കിട്ടുന്ന സാധനം. ഇത് അദ്ദേഹം പോലീസ് സേന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ശേഖരിച്ചിട്ട് അതീവ രഹസ്യമുള്ള കാര്യങ്ങൾ പുറത്തുവിടുകയും പരാതിപ്പെട്ടിരിക്കുന്ന ആരെന്നറിയാവോ? ഫിറോഷ് എന്ന് പറയുന്ന ഒരു IPS കാരനാണ്, ചെറുപ്പക്കാരനാണ്. ആ ഫിറോഷ് എന്ന IPS കാരൻ ചാർജ് അദ്ദേഹത്തിനോ ആ പോലീസുകാർക്കും ഇനി ആ പണിയിലിരിക്കാൻ പറ്റത്തില്ല. കാരണം രഹസ്യം പോയി. രാജ്യസുരക്ഷ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് മാവോയിസ്റ്റുകൾക്കെതിരെ പോരാടണം. ഇനി ആ ജോലിയിൽ നിന്നും ആ എൻ്റെ ടീമിനെ മാറ്റണം, ആ ഓഫീസ് അവിടുന്ന് മാറ്റണം. ഇനിയിപ്പോൾ അരീക്കോട് ഓഫീസ് വെക്കാൻ പറ്റും. അതല്ല ഈ അന്വേഷിക്കുന്ന മാവോയിസ്റ്റുകൾക്ക് പേര് കിട്ടിയല്ലോ കിട്ടി. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അങ്ങനെ ഓഫീസ് അവിടെ നടത്താനോ പറ്റാത്ത അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ചോർത്തലും അതുകൊണ്ട് തന്നെയാണ് അന്ന് അദ്ദേഹം ഒരു ഇത് പുറത്തുവിട്ടു, ഓർമ്മയുണ്ട്, ഒരു DYSP കൊടുത്ത റിപ്പോർട്ട്. ഈ നമ്മുടെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചുമായി ബന്ധപ്പെട്ട് DYSP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അദ്ദേഹം പുറത്തുവിട്ടത് ഇതും പോലീസിൽ തന്നെ രഹസ്യമായി കിട്ടിയതാണ്. അപ്പം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ കേസ് മുമ്പോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, യഥാർത്ഥത്തിൽ ഈ അൻവറിനെ പൂട്ടിയതും അൻവറിന് പ്രതിസന്ധി ഉണ്ടാക്കിയത് മുരുകേഷ് എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റുകാരനാണ്. അപ്പോൾ അദ്ദേഹം കൊല്ലംകാരനാണ്. വാസ്തവത്തിൽ ഈ മുരുകേഷിൻ്റെ പിതാവ് എൻ്റെ ആയിരുന്നു എസ്റ്റേറ്റ് അവിടെ നിലമ്പൂരിൽ. അപ്പോൾ അതിന് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. പാർട്ട്നേഴ്സുമായിട്ട് എന്തോ ഭിന്നതയും കണ്ടുണ്ടായി. ആ പാർട്ട്ണറിൽ ഒരാൾ അതിന് കുറേ ഭാഗം അൻവറുമായി ബന്ധമുള്ള ആർക്ക് കൊടുത്തു. അൻവർ പതിവ് സ്വഭാവമാണല്ലോ ഈ ബാക്കിയുള്ള വകഞ്ഞെടുക്ക്. ഇതിൻ്റെ പേരിൽ അപ്പൻ കേസ് കൊടുത്തു. അപ്പനെ ഭയപ്പെടുത്തി എല്ലാ പ്രശ്നമാക്കി. അപ്പൻ അവിടുത്തെ പാർട്ടി ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് പാർട്ടി സെക്രട്ടറിയൊക്കെ ഉൾപ്പെട്ടു. പക്ഷേ അൻവറിൻ്റെ ആ ഒരു ഗുണ്ടാ സംവിധാനം കാരണം വഴങ്ങിയില്ല. ഈ സമയത്ത് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന മകൻ മുരുകേഷ് രംഗപ്രവേശം ചെയ്യുവാണ്. മുരുകേഷ് ഇയാളുടെ ജീവിതം തന്നെ തീർക്കുന്ന തരത്തിലേക്ക് നിയമപോരാട്ടങ്ങൾ നടത്തി. എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചു. അൻവറിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഇയാൾ കണ്ടെത്തി. പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത്, നമ്മളീ പറയുന്ന നമുക്ക് ഷോപ്പിംഗ് മാളുകളുണ്ടാവാം, സ്വർണ്ണക്കടകളുണ്ടാവാം, വ്യവസായം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും ലാഭകരമായ ബിസിനസ് എന്ന് പറയുന്നത് മണി റോളിംഗ് ആണ്. അതായത് എൻ്റെ കയ്യിൽ ഞാനിപ്പം ഉദാഹരണത്തിന് ഞാൻ ഷാജൻ സ്കറിയ എന്ന് പറയുന്നത് ഞാൻ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററാണ്. ജനങ്ങളുടെ എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങളിരിക്കുന്ന കാശും കൊണ്ട് തരൂ, ഞാൻ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ 1,00,000 പേരെങ്കിലും തരും. ഒരു സംശയം വേണ്ട, അപ്പം എത്തും പൈസ. അപ്പോൾ 1,00,000 പേര് എന്നോട് പറയുകയാണ് 10 ലക്ഷം രൂപ വെച്ച് ഇങ്ങോട്ട് തരാമെന്ന് വെച്ചാൽ കോടികൾ കൈ കിട്ടി. അപ്പം എനിക്ക് കാശ് പുട്ടടിക്കാം. എന്നിട്ട് പലതരത്തിൽ ചെയ്യാം, 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, രാജ്മോഹനോടാണ് 10 ലക്ഷം രൂപ മേടിച്ചു. രാജ്മോഹൻ ചോദിക്കുമ്പോൾ നമുക്ക് അടുത്ത ആളോട് മേടിച്ച് തിരിച്ചു തരാം. ഇതാണ് റോളിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ചിലപ്പോൾ ക്ലിക്കാവും, ചിലപ്പോൾ ക്ലിക്കാതെ. ഇങ്ങനത്തെ റോളിംഗ് ബിസിനസ് ചെയ്യുന്നവന് ബോബി ചെമ്മണ്ണൂർ അതിൻ്റെ മെയിൻ ആളാണ്. നമ്മൾ ചർച്ച ചെയ്തതാണ്. ബോബി ചെമ്മണ്ണൂർ അൻവറിയും റോളിംഗ് ബിസിനസ്സിൻ്റെ ആളാണ്. ഈ റോളിംഗ് ബിസിനസ് ചെയ്യുന്നവർ മറ്റുള്ളവരുടെ ഇടയിൽ അവർക്ക് സ്വാധീനമുണ്ടെന്നും വിശ്വാസം ഉണ്ടാക്കുന്നു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, രാജ്മോഹൻ ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യൻ്റെയും കയ്യിൽ, ഒരുമാതിരിപ്പെട്ട ഇടത്തരക്കാരെല്ലാ മനുഷ്യൻ്റെയും കയ്യിൽ അവന് ആവശ്യത്തിൽ കൂടുതൽ കാശുണ്ട്. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരാണ്, റിട്ടയർ ചെയ്യുമ്പം വലിയൊരു തുക കിട്ടും. പെൻഷൻ വഴി അവന് ജീവിക്കാൻ. പിന്നെ അപ്പം കിട്ടുന്ന PF-ഉം പിന്നെ മറ്റേ ഗ്രാറ്റുവിറ്റി എല്ലാം അവനൊരു 50-80 ഒക്കെ കിട്ടുന്നവരുണ്ട്. അല്ലെങ്കിൽ വക്കീലന്മാരാണെങ്കിൽ അവൻ്റെ അക്കൗണ്ടിൽ പെടാത്ത കാശ് ഒത്തിരി ഫീസായിട്ട് കിട്ടുന്നുണ്ട്.
റിയൽ എസ്റ്റേറ്റുകാരനോ അല്ലെങ്കിൽ സ്ഥലം വിൽക്കുന്നവനാണെങ്കിൽ കൂടാത്ത എല്ലാ മനുഷ്യനും ഇനി ഇതൊന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ പോലും അത്യാവശ്യം ബിവറേജിൽ പോയി പൈൻറ്റ് മേടിച്ചിട്ട് 50 രൂപയോ 100 രൂപയോ കൂട്ടി കൊടുക്കാറുണ്ട്. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ ചെയ്ത് മനുഷ്യരിൽ കാശുണ്ട്. അപ്പം ഈ കാശുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാരുള്ളത്. ഏറ്റവും പൊട്ടന്മാരായവരാണ് എന്താണ് പറയുന്നത്, ഇരട്ടിപ്പിന് കൊടുക്കുന്നു, മണി ചെയിന് കൊടുക്കുന്നു, മറ്റേ എന്താണ് ഒരുപാടുണ്ടല്ലോ. ഇവിടെ ഈ വാർത്തയും കൊണ്ടുവരുന്ന ആളുകൾ 80% വരെ ഇതാണ്. വെള്ളി മൂങ്ങ അല്ലെങ്കിൽ മറ്റേ എന്തോ സ്വർണ്ണ ചേന. ഇന്നിപ്പോ ഏതോ പത്രത്തിൽ വാർത്ത പ്രായം കുറയ്ക്കാമെന്നും പറഞ്ഞ് പ്രായം കുറയ്ക്കാം ഇസ്രായേൽ എന്ന സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു പ്രായം കുറയ്ക്കാമെന്നും പറഞ്ഞ് പൈസ കൊടുക്കും, ഇരുതല മൂരി. അപ്പൊ ഇങ്ങനെ പോകുന്നവരാരാന്ന് വെച്ചാൽ ഈ പൊട്ടന്മാരാണ്. അപേക്ഷിക്കാത്ത ജോലി കിട്ടും, സർക്കാർ ജോലി, അപേക്ഷിക്കാത്ത ജോലി, ഈവൻ പ്രൈവറ്റാണ്, അപേക്ഷിക്കാത്ത ജോലി, പരിചയമില്ലാത്തതിൻ്റെ സമ്മാനം, എടുക്കാത്ത ലോട്ടറി, ഇതൊക്കെ കിട്ടുന്ന ആലോചിക്കേ. ആ പൊട്ടന്മാരോട് എനിക്ക് സഹതാപം ഇല്ല, പൊട്ടെന്നുള്ള. പക്ഷേ അതിനൊന്നും വീഴാത്ത കയ്യിലിരിക്കുന്ന കാശും കൊണ്ട് ഇച്ചിരി കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ 2 ശ്രമം നടത്തും. ഒന്ന്, നമ്മുടെ ബ്ലേഡ് കമ്പനിക്ക് സമാനമായ ഇപ്പോൾ ഉള്ള കുറേ കമ്പനികളുണ്ടല്ലോ. ഇപ്പം മുത്തൂറ്റ് അവരൊന്നും അത്ര മോശക്കാരല്ല. മറ്റേ എന്താണ് കോട്ടയത്തുള്ള കൊശമറ്റം, മണപ്പുറം, അവരൊന്നും അത്ര മോശക്കാരല്ല. അതെ, ഇനി അതിനേക്കാൾ ഇച്ചിരിയുടെ പലിശ കിട്ടുന്നവരാണ് ഈ നിധി കമ്പനികൾ തുടങ്ങി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവർ മിക്കവരുടെയും പോകും, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പോകും. ഇങ്ങനെയുള്ള ഒരുപാട് ഉഡായിപ്പുകളുണ്ട്. ഇതൊന്നും കൂടാതെ, ഇതിലൊന്നും വിശ്വാസമില്ലാതെ കയ്യിൽ കാശുമായിട്ടിരിക്കുന്നവനെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ളവർ. കാരണം അവർ ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടാക്കുന്നു, ഭയങ്കര പ്രശസ്തി ഉണ്ടാക്കുന്നു. ആ പ്രശസ്തിയുടെ പേര് ജനത്തിന് വിശ്വാസം ഉണ്ടാകുന്നു, മേടിക്കുന്നു. ഇവന്മാർ സുഖമായി ഇപ്പം ഈ കൊടുക്കുന്ന 10 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവൻ ഇവൻ്റെ ഒരു LLPയുടെ ഉടമയാണ്, അത് ഉടമസ്ഥരിൽ ഷെയർ ഹോൾഡറാന്ന് പോലും അവനറിയുന്നില്ല. അവൻ നിക്ഷേപിക്കുന്നു, പലിശ കിട്ടുമെന്ന് ഓർക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു 1000 പേരെ ചേർത്ത് LLP ഉണ്ട്, 200 പേരെ ചേർത്ത് LLP ഉണ്ട്. ആ LLPയിലെ ഒരു പാർട്ണറായിരിക്കുകയാണ്. മാത്രമല്ല തമാശ എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ വരുന്ന ഇവനെക്കുറിച്ച് വരുന്ന പരസ്യങ്ങൾ സത്യമാണെന്ന് അവർ വിശ്വസിക്കും. മാധ്യമം ഒരിക്കലും വാർത്ത കൊടുക്കത്തില്ല. പ്രവീൺ റാണയെക്കുറിച്ചും നമ്മുടെ മറ്റവനുണ്ടല്ലോ, ഈ മറ്റേ യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയ കുടം വിറ്റവൻ, മോശയുടെ വടിയും കൊണ്ട് നടന്നവൻ, നമ്മുടെ മാവുങ്കനെ കുറിച്ച് പോലും ഇവിടെ വാർത്ത എഴുതാൻ മാധ്യമങ്ങളുണ്ട്. ആലോചിച്ച് നോക്കി. ഡോക്ടർ പ്രവീൺ റാണ, അവൻ്റെ ആ പൊട്ടത്തരങ്ങൾ 3 മിനിറ്റ് കേട്ടാൽ ആ പൊട്ടത്തരം അതിനെ. പക്ഷേ അതെ, അപ്പോൾ ഈ കാലയളവിൽ പിന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കയ്യിൽ കാശും കൊണ്ടിരിക്കുന്നവരെ വിശ്വസിപ്പിക്കുന്ന സാമ്പത്തിക നടത്തുന്ന ആളുകൾ ഒരാളാണ് അൻവർ. കാരണം അധികാരമുണ്ട്, പണമുണ്ട്, സോഷ്യൽ മീഡിയയിൽ താരമാണ്. എന്താണ് അൻവർ സാഹിബ്. അപ്പോൾ ഈ പറയുന്ന ആള് ഈ കുരുക്കിലേക്ക് ചാടിയാൽ നിസ്സാരമായിരിക്കത്തില്ല, വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഈ ചെയ്ത അബദ്ധത്തിൻ്റെ പ്രശ്നം ചിലപ്പോൾ അറിയാതാണ് പറയാനുള്ള സാധ്യതയുണ്ട് ഒരു ഇയാൾ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കുടുങ്ങി പറഞ്ഞിട്ട് കാര്യം. ഇത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. ഇനിവേ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം നമ്മളത് വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മുടെ വിഷയം ഹമാസ് തന്നെയാണ്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് അവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, അതിനും ഒരു കാര്യം കൂടെ പറയാം. മറ്റന്നാളാണ് ഈ ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിൻ്റെ 1ാം വാർഷികം. തിങ്കളാഴ്ച 7-ാം തീയതിയാണ്. അപ്പം ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പലരും കരുതുന്നത്, വിദേശ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഒക്ടോബർ 7 ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. 1ാം വാർഷികത്തിൻ്റെ അന്ന് തന്നെ അടിച്ച് നിരപ്പാക്കാൻ ഒരു പദ്ധതി ഇടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചത്, ഞാൻ ഒരു സംശയാലുവായിട്ട് ചോദിക്കുക. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിൻ്റെ മേൽ അതീവ ഗൗരവമുള്ളൊരു അറ്റാക്കാണ് നടത്തിയത്. 181 മൈസൈലുകൾ വിട്ട് അവർ തകർത്തു എന്ന് അവർ പറയുന്നെങ്കിൽ പോലും ഇത്രയും ദിവസമായിട്ടും ഇസ്രായേൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഭയം അവർക്കും വന്നിട്ടുണ്ടോ ഇസ്രായേലിനും? ഇസ്രായേൽ ഭയപ്പെടാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ വിദേശ മാധ്യമങ്ങൾ ഇന്ന് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ 1ാം വാർഷികത്തിൻ്റെ അന്ന് തിരിച്ചടിക്കാനായിരിക്കും. കാരണം ഇവരെല്ലാവരും പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജ്യം ഇറാനാണല്ലോ. അതിനുള്ളൊരു സാധ്യതയുണ്ട് ഒരു പക്ഷേ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാനുള്ള സാധ്യത ഒരു പക്ഷേ. അല്ല, പക്ഷേ എനിക്ക് പിന്നെയും 2 കാര്യങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ രാജ്മോഹൻ പലതവണ ആവേശത്തോടെ പറഞ്ഞൊരു കാര്യം, ആയത്തുള്ള ഖൊമേനി പേടിച്ചു പോയിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഖൊമേനി 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ 5 വർഷത്തിന് ശേഷം പുറത്തു വന്നു 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ വന്നു. മറ്റേ എവിടെങ്കിലും ഒരിടത്ത് മറ്റേ നസറുള്ള ഇരുന്ന പോലെ അണ്ടർഗ്രൗണ്ടിലല്ല ഇരുന്നത്. സെൻട്രൽ തെഹ്റാനിലെ
ആ ഖൊമേനി ഗ്രാൻഡ് മോസ്കിൽ അദ്ദേഹം ഓപ്പൺ സ്ഥലത്ത് 10,000-കണക്കിന് ആളുകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. നേരത്തെ അറിയിക്കാത്ത ഇത്തരം പേര് വരത്തില്ലല്ലോ. ഇല്ല, 5 വർഷത്തിന് ശേഷമാണ് ഇത്ര ഒരു അതെ. പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എനിക്ക് എപ്പോഴും ഞാൻ ഇസ്രായേലിനെ തള്ളി പറയല്ല, ഞാൻ ചോദിക്കുകയാണ്, ഞാനൊരു സംശയാലുവാണ്. എന്താ വെച്ചാൽ അതിനകത്ത് ഒരു ചെറിയൊരു ആശങ്ക എനിക്ക് വന്നു. ഈ ഖൊമേനി വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു തോന്നൽ, ഈ ഖൊമേനി അവിടെ ഇത്രയും ധൈര്യമായി ഒരു പൊതുസ്ഥലത്ത് തൊട്ടടുത്തൊരു തോക്കൊക്കെ വെച്ചുകൊണ്ട് ഖൊമേനി ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്ര മോശക്കാരാവത്തില്ല. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഈ യുക്രൈൻ റഷ്യ തമ്മിൽ യുദ്ധത്തിൻ്റെ വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് റഷ്യ 8 നിലയിൽ പൊട്ടി നശിച്ചു പോയെന്നാണ്, മറ്റൊരു മുന്നേറ്റം നടന്ന. പക്ഷേ നിഷ്പക്ഷമായി അന്വേഷിക്കണം, അത് അത്ര ശരിയൊന്നും അല്ല. റഷ്യ അത്ര തിരിച്ചടിയിലൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, മാത്രമല്ല അവർ മുന്നേറുന്നുണ്ട് പല അവർ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ ഇതൊരു ബാധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കേണ്ട, യുദ്ധം നടക്കും, സ്വാഭാവികമായിട്ടും എല്ലാ ഉപരോധവും ഏർപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏകപക്ഷീയമായൊരു വാർത്ത ആയിക്കൂടാഴുകയുണ്ടോ? എൻ്റെ ചോദ്യം, ഞാൻ പറഞ്ഞ ഇറാൻ ഇത്ര ധൈര്യപൂർവ്വം ഖൊമേനി 1000-കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ എത്തിയെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. 1. 2, ഖൊമേനി എന്തൊക്കെയാണ് പറഞ്ഞത്? ഖൊമേനി പ്രസംഗത്തിൽ പറഞ്ഞ എന്തൊക്കെയാണ്? ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യും, പ്രഖ്യാപനങ്ങളാണ് മൊത്തം. അധികം നാൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ട, ഉറപ്പായും ഭൂപടത്തിൽ നീക്കം ചെയ്തിരിക്കും. ഹിസ്ബുള്ള ഈ രാജ്യത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകരാണ്. ഹമാസാണ് ശരി, ഫലസ്തീനാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ആവേശത്തോടെ അദ്ദേഹം സംസാരിക്കുകയും 1000-കണക്കിന് ആളുകൾ കൈയടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണോ എല്ലാ സ്ഥിതിയും എന്ന് ചോദിച്ചാൽ എനിക്കുണ്ട്. രാജ്മോഹൻ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അല്ല, എന്തായാലും ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. നാളെ ഒരു ദിവസം ഉണ്ടല്ലോ, മറ്റന്നാളാണല്ലോ 1-ാം വാർഷികം. മാത്രമല്ല ഇതിൽ വേറെ ഇന്ന് വിദേശ മധ്യത്തിൽ വന്നൊരു വാർത്ത, ഈ ഹസൻ നസ്രയുടെ മൃതദേഹത്തിന് സംഭവിച്ചു എന്നുള്ളതാണ്. അയാളെ സംസ്കരിച്ചിട്ടുണ്ടോ കൃത്യമായ രീതിയിൽ എന്നുള്ളത് ഇപ്പോഴൊരു ഒരു സംശയമാണ്. കാരണം സാധാരണ നമുക്കറിയാം, ഇത്തരത്തിലുള്ള ആൾ കൊല്ലപ്പെടുമ്പോൾ വലിയൊരു വിലാപയാത്രയും വലിയൊരു പരിപാടിയായിട്ട് ആൾക്കൂട്ടം എല്ലാം കൂടെ കൊണ്ടുവന്നാണ് സംസ്കാരത്തിലൊക്കെ നടക്കാറുള്ളത്. മുസ്ലിം ടീമുകളുടെ രീതി അനുസരിച്ച് ഒരാൾ അന്തരിച്ചാൽ എത്രയും വേഗം അയാളെ അടക്കണം എന്നെന്തോ അടക്കണമെന്നുണ്ട്, അധികം സമയം വെച്ചിരിക്കാൻ പാടില്ലെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ അടക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നു പക്ഷേ അയാളെ കത്തിച്ച് കളഞ്ഞാണ്. കാരണം ഇതാ 50 മീറ്റർ അടിയിലാണെങ്കിലും ആദ്യം നിങ്ങൾ തന്നെ പറഞ്ഞു എത്ര ടൺ, ഈ ഒരു ബോംബിന് 1 ടൺ വെച്ച് 20 ബോംബ്. ആ 20 ബോംബ് അങ്ങോട്ട് വീണ് അത് വലിയ ഗർത്തം സൃഷ്ടിച്ച് കത്തിപ്പോയി കാണും. അപ്പോൾ എന്തെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞപ്പം അർജുൻ്റെ മൃതദേഹം കിട്ടിയെന്ന് പറയുന്നത് എന്താ കിട്ടിയെന്ന് നമുക്കറിയത്തില്ലല്ലോ. അർജുൻ്റെ മൃതദേഹം കിട്ടിയെന്ന് പറയുന്നില്ലല്ലോ, നമ്മളാരും കാണുന്നില്ലല്ലോ. അതുപോലെ എന്തെങ്കിലും ആയിരിക്കാം ഈ മൃതദേഹം കണ്ടെന്നുള്ള വാർത്ത. ശ്രീലങ്കയിൽ LTTക്കാർ നടത്തിയ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജയവർദ്ധനാണോ സംശയമുണ്ട്, പ്രസിഡൻ്റായിരുന്നു. അത് പ്രേമദാസ്, അത് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പല്ല് മാത്രമാണ് കിട്ടിയത്. പ്രേമദാസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അത്ര ഇറാനെ നമ്മളങ്ങ് പൂർണ്ണമായും അങ്ങ് തിരസ്കരിക്കേണ്ട എന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ അലി ഖൊമേനിയുടെ പ്രഭാഷണം ശ്രദ്ധിച്ചു കേട്ടു. ആ ആൾക്കൂട്ടത്തിൻ്റെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് കേട്ടു, ആളുടെ ആ ഒരു ദൃഢനിശ്ചയത്തോടുള്ള സാധനം കേട്ടു. അതൊന്നും അത്ര അതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ ഇറാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഇസ്രായേൽ പക്ഷത്താണ്. ഒന്ന് എന്ന് മാത്രമല്ല, ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത, ഇറാഖിൽ നിന്നുണ്ടായ ഒരു സ്ഫോടനത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. ഡ്രോൺ ആക്രമണത്തിൽ. എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? 24 പേർക്ക് പരിക്കേറ്റു. എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? ഓർക്കണം, ലെബനനിലേക്ക് അവർ കടന്നു കയറി. ഇപ്പം ഇന്നലെ ഏതാണ്ട് 250 പേരെ കൊന്നു. 400 ആണെന്നാണ് ഇന്ന് 400 പേരെ. അപ്പോൾ അത്രയും ആക്രമണം നടത്തുമ്പോഴും അവിടെ ആദ്യ ദിവസം തന്നെ 8 പട്ടാളക്കാരെ കൊല്ലപ്പെട്ടു. വലിയ തുരങ്കത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. വലിയ തുരങ്കങ്ങൾ, അതായത് ഹമാസിനുണ്ടായിരുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാളും നീളമുള്ളതാണ്, 100 കിലോമീറ്റർ അധികം ദൈർഘ്യമുള്ളതാണ് ഓരോ തുരങ്കങ്ങളും. അപ്പോൾ ഈ തുരങ്കങ്ങളിൽ ഇരിക്കുന്നവരെ തുരങ്കത്തിൽ കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ഒന്ന്, ഈ തുരങ്കത്തിലിരിക്കുന്നത്, നമ്മൾ കാർഗിൽ യുദ്ധത്തിന് നമ്മൾ നേരിട്ടൊരു പ്രതിസന്ധി ആയിരുന്നു. ഇവർ ഓൾറെഡി കാർഗിൽ മലയിൽ കയറി, നമുക്ക് താഴെ തന്നെ കയറാൻ ചെല്ലത്തുള്ളായിരുന്നു. അതാണ് നമുക്കന്ന് തിരിച്ചടി ഉണ്ടായത്. അതുപോലെ തുരങ്കത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന തുരങ്കത്തെക്കുറിച്ച് ഇവർക്ക് കൃത്യ ധാരണയില്ല. ഈ തുരങ്കത്തിൻ്റെ അകത്തിരിക്കുന്ന മനുഷ്യരുടെ, ഈ ഭീകരൻ്റെ അടുത്തേക്ക് ഇസ്രായേൽ സേന എങ്ങനെ കയറി ചെല്ലുമെന്ന് പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ തുരങ്കം തകർക്കണം. പക്ഷെ അത്ര എളുപ്പമാണ് ഈ തുരങ്കം മുഴുവൻ തകർക്കുക? അത്ര എളുപ്പമല്ല. കാരണം ഇത് 2006 ശേഷം നിർമ്മിച്ച തുരങ്കങ്ങളാണ്. മറ്റേ ഹമാസിൻ്റെ 90കളിൽ നിർമ്മിച്ചതാണ്.
അതിനേക്കാൾ ആധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് ഇവർ 2006 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ തരംഗങ്ങൾ. എന്ന് മാത്രമല്ല ഹമാസിനേക്കാൾ 10 മടങ്ങ് സാങ്കേതിക വിദ്യയുള്ള പ്രസ്ഥാനം. ഈ അടിസ്ഥാനപരമായി ഹമാസ് അവരുടേതായ രീതിയിൽ വളർന്നു വന്ന പ്രസ്ഥാനമാണ്. പക്ഷേ ഹിസ്ബുള്ള ഇറാൻ വളർത്തിയതാണ്. ഇറാൻ്റെ കുട്ടിയാണത്, ഇറാൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇറാന് സാങ്കേതികമായി ഒരുപാട് മികവുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം രാജ്മോഹൻ അവർ ഈ 1800 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ജോർദാന്റെയും ലെബനന്റെയും ഇറാഖിൻ്റെയും ഒക്കെ മുകളിലൂടെ ഇവര് ബാലിസ്റ്റിക് മിസൈൽ അയച്ചില്ലേ? ഈ അത്രയും അമേരിക്കയും ബ്രിട്ടനും ജോർദാനും ഇസ്രായേലും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് അതിനെ തടഞ്ഞത്. അപ്പം അയക്കാൻ പറ്റിയില്ലേ? അപ്പം ആ സാഹചര്യത്തിൽ എനിക്കറിയത്തില്ല ഇവർ അത്ര മോശക്കാരാവത്തില്ല. അണ്വായുധം കയ്യിലുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അവരുടെ കയ്യിൽ അണ്വായുധം ഉണ്ടെന്നാണ്. അണ്വായുധം പ്രയോഗിച്ചാലുള്ള അവസ്ഥയാണ്. പിന്നെ അതിന്റെ കോൺസിക്വൻസസ് ഭീകരമായിരിക്കും. അല്ല, ഇത് ഈ ഒരു എന്തിനാണ് അമേരിക്ക ജപ്പാനിൽ അണ്വായുധം ഇട്ടത്? വാസ്തവത്തിൽ യുദ്ധം ഏതാണ് തീരാറായിരുന്നു. അപ്പോൾ അമേരിക്ക ഒരു പരീക്ഷണം നടത്തി. അവർക്കൊരു വളരെ വിദൂരത്താണ്, അവർക്കൊന്നും സംഭവിക്കുന്നില്ല. ഇതെങ്ങനെയുണ്ട്, വർക്കൗട്ട് ആവുമെന്ന്. അല്ല, പിന്നെ അമേരിക്കയ്ക്ക് 2ാം ലോക യുദ്ധത്തിൽ ഏകദേശം യുദ്ധം അവസാനിച്ച് എല്ലാവരും കീഴടങ്ങി സഖ്യകക്ഷികൾ വിജയിക്കാറാകുമ്പോൾ അണ്വായുധം ഇട്ടതിനാണ് ഇതേ ചോദ്യം. അപ്പോൾ ഇവിടെയും ഈ ഞാൻ പറഞ്ഞത് 2 പേര് തമ്മിൽ ശത്രുതയിലായി കഴിയുമ്പം പിന്നെ ധാർമ്മികതയൊന്നുമില്ലല്ലോ, ജയിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ അണ്വായുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ ട്രംപ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യം അവൻ്റെ ആണവ കേന്ദ്രം ഇല്ല തകർക്കണമെന്ന് ഈ തകർക്കുമ്പോൾ അതിനകത്തൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് ആ ജനതയെ കൊന്നുകളയും, ഇല്ലാതാക്കും. ലോകം മുഴുവൻ ചിലപ്പോൾ പരക്കില്ല. ഇതിൻ്റെ ലോകം മുഴുവൻ പരന്നില്ലെങ്കിലും അവരെയും അയൽ രാജ്യം ഇപ്പം ഞാൻ പറഞ്ഞ കൂടംകുളത്ത് ആണവ നിലയുണ്ട് നമുക്കിവിടെ. നമ്മളിവിടെ സമരം നടത്തി ഒഴിവാക്കിയതാണ്. ഈ ആണവ നിലയത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ വൈദ്യുതി, ഏറ്റവും ചീപ്പായിട്ടുള്ള ഏറ്റവും കൂടുതൽ വൈദ്യുതി കിട്ടും. നമ്മൾ സമരം നടത്തി, പക്ഷേ കൂടംകുളത്തോട് വെച്ചു. അവിടെ സംഭവിച്ച് ഉറപ്പായിട്ടും തിരുവനന്തപുരം പോകുമല്ലോ. നമ്മളിപ്പം നമുക്കിത് കാണാൻ പറ്റും, കൂടങ്ങളെ കാണാൻ പ്രയാസമില്ല. അത് തമിഴ്നാട്ടിലാണോ ആണ്, അതിനെന്തെങ്കിലും ചോർച്ച ഉണ്ടായാൽ നമ്മളെ തിരുവനന്തപുരത്തെ ബാധിക്കും. അതുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ അമ്പൊക്കെ ആയിരിക്കണം, ആകാശത്തിൽ നിന്ന് ഈ കൊണ്ടുപോകാൻ കഴിവുള്ള ആളായിരിക്കണം. അല്ലാത്തടത്തോളം കാലം അവിടെ നിൽക്കുമ്പോൾ അത് അവിടെ നിന്ന് വ്യാപിക്കും. ജോ ബൈഡൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോ ബൈഡൻ പറയുന്നത് അവരെ ഓയിൽ റിഫൈനറി അത്തരം കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതല്ല, അതും പറഞ്ഞു. ഇന്ന് ആദ്യം അയാൾ അണുവായുധം ചെയ്തത്, ഇന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് ഓയിലിനെ തുടരുന്ന. ഇപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇവർ യുദ്ധം ചെയ്യാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്ക സമ്മതിക്കാത്തതുകൊണ്ടാണ്, അമേരിക്കയുടെ പെർമിഷൻ കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷേ സിറ്റുവേഷൻ മാറും. നവംബർ ആകുമ്പോഴത്തേക്കും ഇലക്ഷൻ കഴിയും. ട്രംപ് വരെയാണ്. പക്ഷേ ട്രംപ് നവംബർ വരത്തില്ല, ജനുവരി എങ്ങാണ്ടാന്ന് തോന്നുന്നു ചുമതലയേക്കുന്നത്. ട്രംപ് വന്ന സിറ്റുവേഷൻ മാറി. ട്രംപ് ഇന്ന് പറഞ്ഞ എന്താണ്? അടിക്കാനാണ് പറഞ്ഞത്. ആദ്യം അവരെ ആണോ അടിച്ച് താർക്ക്. ട്രംപ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഈ പശ്ചിമേഷ്യയുടെ ഈ സംവിധാനം തന്നെ മൊത്തം മാറും. ഞാനായിരുന്നു പ്രസിഡന്റ് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും വല്ലാത്ത, എനിക്ക് തോന്നുന്ന ഒരു വല്ലാത്തൊരു എന്താ പറയുക, അല്ലേ, ഒരു ആശങ്കയുടെ അന്തരീക്ഷം തന്നെയാണ്. കാരണം ഇപ്പോൾ യുദ്ധം ഉണ്ടായെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ അമേരിക്കയ്ക്കും ബ്രിട്ടനും എല്ലാം പട്ടാളക്കാരുണ്ടല്ലോ, അവരെല്ലാം യുദ്ധം തുടങ്ങി, യുദ്ധത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ രാജ്യങ്ങളൊക്കെ അത് ബാധിക്കും. ഈ എണ്ണ ഉൽപ്പാദനത്തെ, എണ്ണ ഇറക്കുമതി ഒക്കെ അത് ബാധിക്കും. ഇറാൻ്റെ ഇമ്പാക്റ്റ് യുദ്ധാന്തരീക്ഷം ഉണ്ടായപ്പോൾ തന്നെ ലോകത്തെ ബാധിക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് ഈ അതിവേഗത്തിൽ വളർന്നു വന്ന ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ് ദുബായ്. അബുദാബി അല്ല, ദുബായ്. ഈ പാശ്ചാത്യ രാജ്യത്തു നിന്നുള്ള ആളുകൾ എപ്പോഴും ദുബായ്ക്ക് വരും, ഈ യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ. അതിൻ്റെ കാരണം ഏറ്റവും നല്ല വിമാന കമ്പനി എമിറേറ്റ്സ് ആണ്. ഈ ദുബായ് കേന്ദ്രീകരിച്ച് എമിറേറ്റ്സ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലണ്ടൻ ഹീത്രൂവിന് തന്നെ ഒരു ദിവസം 7-8 സർവീസുണ്ട്. ലണ്ടനിൽ തന്നെ മാഞ്ചസ്റ്ററിലേക്ക്, ന്യൂകാസിലേക്ക്, ഗ്ലാസ്ഗോയിലേക്ക്, ബർമിംഗ്ഹാമിലേക്ക്, മറ്റേ ഗാഡ്വിക്കിലേക്ക്, ലണ്ടനിൽ UK-യിൽ തന്നെ ഒരു 5-8 സ്ഥലത്തേക്ക്, മാഞ്ചസ്റ്ററിലേക്കൊക്കെ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഹോളിഡേ പാക്കറ്റ് കൊടുക്കും. എപ്പോഴാണെന്നറിയാമോ? പാക്കേജ്, അതായത് വിമാനത്തിന് യാത്രക്കാർ കുറയുന്ന സമയം നോക്കി വിമാനം ഓടണമല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ജൂലൈ മുതൽ ഒരു സെപ്റ്റംബർ വരെയുള്ള സമയത്ത് വിമാനത്തിൽ സീറ്റില്ല. അപ്പം നമ്മളിപ്പം കേരളത്തിൽ നിന്ന്
സാധാരണഗതിക്ക് ഇപ്പം ഇംഗ്ലണ്ടിലേക്ക് പോവാണ്, ലണ്ടനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 700 പൗണ്ട്, 70,000 രൂപ ടിക്കറ്റ് ആവും, അപ്പ് ആൻഡ് ഡൗൺ. പക്ഷേ ഈ സമയത്താണെങ്കിൽ അത് 1.5 ലക്ഷം രൂപയാവും. അത് നേരത്തെ ബുക്ക് ചെയ്താൽ ആ സമയത്താണ് അതുപോലും കിട്ടുന്നത്, ഇരട്ടിയിലേക്ക് പോകും. അല്ല, ആ സമയത്താണ് അതുപോലും കിട്ടത്തില്ല. അപ്പം ഇവരെന്ത് ചെയ്യുന്നത്, അതേസമയം ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആരും കാണത്തില്ല. അപ്പോൾ ഇവരെന്ത്, ഈ സമയത്ത് ഇവർ പാക്കേജ് കൊടുക്കും. ഇത് മാത്രമല്ല, നമ്മുടെ സർക്കാരിനെ പോലെ അല്ലല്ലോ, അവരവിടുത്തെ ഹോളിഡേ സീസൺ നോക്കിയിട്ട് സ്പെഷ്യൽ പാക്കേജ് കൊടുക്കും. അപ്പം ഈ സായിപ്പന്മാർക്ക് വിസയും വേണ്ട, ഇവരിവിടുന്ന് വരും. ആ ഫുൾ എമിറേറ്റ്സ് തന്നെ ഹോട്ടൽ അറേഞ്ച് കൊടുക്കും, എമിറേറ്റ്സ് തന്നെ എല്ലാം സമയത്ത്. അപ്പം ഈ ദുബായ് പോലെ, ഇപ്പോൾ നമ്മൾ ഇന്ത്യ പോലൊരു വാസ്റ്റായിട്ടുള്ള കൺട്രി അല്ല, ദുബായ് ആകുമ്പോൾ ദുബായ് തന്നെ എല്ലാം ഉണ്ട്. അപ്പം വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ദുബായ് വളർന്നു വരും. ഭയങ്കര ആഡംബര ഹോട്ടലുകളെ, ഭയങ്കര ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എല്ലാം. ഈ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടായതോടുകൂടി എല്ലാവരും അത് റദ്ദ് ചെയ്തു. ഹോളിഡേക്ക് പോക്കേ ക്യാൻസൽ. ആളുകൾ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഇതുവഴിയല്ലേ കൊണ്ട് വരാൻ പറ്റുള്ളൂ. റിസ്ക് ഒന്ന് ഹോളിഡേ, 2 എമിറേറ്റ്സ് വിമാനം തന്നെ ഈ പല ദിവസങ്ങളിലും റദ്ദ് ചെയ്തു. പലയിടത്തേക്കും യൂറോപ്പിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന പല വിമാനം റദ്ദ് ചെയ്തു. എന്നിട്ട് അവരുടെ പാത്ത് എന്ന് പറയുന്നത് തുർക്കി ഇറാൻ വഴിയാണ്. അത് മാറ്റിയിട്ട് ഇപ്പം നേരെ പല ഭാഗത്തേക്കും ഇറ്റലിയിലൊക്കെ ചെന്ന് അതിലേക്കിടെ കറങ്ങി മണിക്കൂറുകൾ കറങ്ങിയാണ് ഇപ്പം ദുബായിലെത്തുന്നത്. വിമാനം ആകപ്പാടെ താറുമാറായിരിക്കുകയാണ്. അപ്പം ദുബായിയെ സംബന്ധിച്ചിടത്തോളം ടൂറിസ്റ്റുകൾ കുറയും. ഇനി എണ്ണവില പെട്ടെന്ന് കൂടി. ഈ എണ്ണവില കൂടിയത് ലോകത്തെ മുഴുവൻ വിലക്കയറ്റത്തിന് കാരണമാകും. ഇവിടെയാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇറാൻ യുദ്ധം നടത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാജ്യം റഷ്യയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധമുണ്ടാവുകയും ഇറാൻ്റെ എണ്ണക്കളത്തിന് മേൽ ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്താൽ പിന്നെ റഷ്യയാണുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ മേടിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇറാനാണ്. ചൈന ഏറ്റവും കൂടുതൽ എണ്ണ മേടിക്കുന്നത് ഇറാനിൽ നിന്നാണ്. അപ്പം പിന്നെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് പോകും, റഷ്യയിലോട്ട് പോകേണ്ടി വരും. അപ്പം റഷ്യയെ സംബന്ധിച്ചുള്ള അവൻ്റെ എണ്ണയുടെ വില കൂടും. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാഹചര്യം. 1. 2, ഇപ്പം ഖത്തറിൽ 13,000 അമേരിക്കൻ പട്ടാളക്കാരുണ്ട്. ഖത്തറിൽ, സൗദി അറേബ്യയിൽ 3,000 പട്ടാളക്കാരുണ്ട്. ബഹ്റൈനിൽ 3,000 പേരുണ്ട് അമേരിക്കൻ പട്ടാളക്കാർ. കുവൈറ്റിലുണ്ട് 2,500 ഉണ്ട്. ഇപ്പോൾ 2,000 പേരെ കൊണ്ട് വിടുന്നുണ്ട്. അപ്പം ഈ അറബ് രാജ്യങ്ങളിൽ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും തന്നെ അമേരിക്കയുടെ ബേസ് ക്യാമ്പ് കൊണ്ട് അമേരിക്കൻ പട്ടാളക്കാരുണ്ട്. ഇവർ അറബ് രാജ്യങ്ങളാണ്, മുസ്ലിം രാജ്യങ്ങളാണ്, ഇറാനെ സഹായിക്കുമോ? സഹായിക്കത്തില്ല. അവരെ സുരക്ഷ നോക്കണ്ടേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പട്ടാളക്കാരെ വെച്ചിരിക്കുന്നത് അവരുടെ സുരക്ഷയ്ക്കാണ്. ഈ പട്ടാളക്കാർ അമേരിക്ക അവിടെ നിന്ന് ഇറാനെ അടിക്കാൻ പോകും. എവിടെ നിന്നാണ്? സൗദിയിൽ നിന്ന് ഇറാനെ അടിക്കും, ഖത്തറിൽ നിന്ന് അടിക്കും. ഖത്തറിൽ പഴയ ഹമാസിന്റെ ഖത്തറിൽ നിന്ന് അടിക്കും, സൗദിയിൽ നിന്ന് അടിക്കും, ബഹ്റൈനിൽ നിന്ന് അടിക്കും. ഇവിടെ അത് മാത്രമല്ല, മാനസികമായി ഇവരൊക്കെ പരസ്യമായി ഇപ്പം ഷിയാകളാണ്. മാനസികമായി ഇറാൻ ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സുന്നി രാജ്യങ്ങളെല്ലാം. കാരണം പ്രവാചകനെ പോലും അവർ അംഗീകരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അവിടെയാണ് മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് ഈ മരിക്കാൻ പോകുന്നവനെ എന്തും ചെയ്യുന്നത് പോലെ ഇവൻ അണ്വായുധം പ്രയോഗിച്ചാൽ ഈ അണ്വായുധം വന്ന് വീഴുന്ന ഇസ്രായേലിലാവണം നിർബന്ധമില്ല. വീഴുന്നത് ചിലപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട അറബ് രാജ്യങ്ങളിലാവാം. അല്ല, ചിലപ്പോൾ ഇവരുടെ ഈ മറ്റേ അയണ്ടോ സംവിധാനം തടഞ്ഞാൽ പോലും താഴെ വീഴും. അവിടെയാണ് പ്രശ്നം. അല്ലെ കടലിലേക്ക് വിടണം. അപ്പം ഈ വലിയ ഗൗരവമേറിയ പശ്ചാത്തലം ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഇപ്പം പട്ടാളക്കാർ ഇസ്രായേൽ പട്ടാളക്കാരും കൊല്ലപ്പെടുന്നുണ്ട്, ഇസ്രായേൽക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് മോസ്കോ 3 ദിവസം കൊണ്ട് യുക്രൈനെ നിലംപരിശാക്കി തിരിച്ചു പോകുന്ന 1.5 വർഷമായി. 2 വർഷമായി. 2 ഫെബ്രുവരിയിലാണ്. 1.5 വർഷം. അല്ല, ഫെബ്രുവരിയിലാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഇങ്ങനെ സടകുടഞ്ഞ് വാശിയോടെ നിൽക്കുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് അയക്കാനുള്ള സംവിധാനം ഉള്ളപ്പം സൂക്ഷിച്ച് മാത്രമേ പെരുമാറാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ അല്പം സമയം എടുക്കുന്നത്. പ്ലാൻ ചെയ്ത് മുന്നേറാനായിരിക്കാം ഒരു ഉദ്ദേശം. പക്ഷേ ഇസ്രായേലിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് താനും. മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും ഈ അറബ് രാജ്യങ്ങളും എല്ലാവർക്കും പിന്തുണയെ നിൽക്കുകയാണല്ലോ. ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹൂത്തികൾക്കിട്ട് അവർ അറ്റാക്ക് ചെയ്ത് നേരപ്പാക്കി അവർ. അതിന് ചില വീഡിയോകളൊക്കെ ഉണ്ട്, ഭയങ്കര അത്ഭുതം തോന്നുന്നു. 2 കപ്പൽ കത്തിച്ചു കളഞ്ഞു. ആ വിഷയം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ. ഹൂത്തികൾ കത്തിച്ചു. ഹൂത്തികൾ ഈ കപ്പൽ കത്തിച്ചു, എണ്ണ കപ്പലുകൾ. അമേരിക്ക ഉടൻ തന്നെ തിരിച്ചടിച്ച് അവർക്ക് നേരെ. അമേരിക്കയുടെ എണ്ണക്കപ്പൽ പോയി. അമേരിക്കയുടെ ആണോന്ന് അറിയാം, ഏത് രാജ്യത്തിൻ്റെ തന്നൂടാ എണ്ണക്കപ്പലുകൾ.
അപ്പോഴേക്കും അവർ ആക്രമിച്ചു, ഹൂത്തികളുടെ തുറമുഖത്തിലും എയർപോർട്ടിലും ഒക്കെ അറ്റാക്ക് എല്ലാം അറ്റാക്ക് ചെയ്തു. അപ്പോൾ അമേരിക്കയും യുദ്ധക്കളത്തിൽ ഇറങ്ങിയെന്ന് അർത്ഥം. ബ്രിട്ടനും അവിടെ റെഡിയാണ്. ബ്രിട്ടൻ അവിടെ റെഡിയാണ്. ബ്രിട്ടൻ അല്ലെങ്കിൽ അമേരിക്കയുടെ എല്ലാ പരിപാടിയും സഹായിക്കുന്നു. അപ്പോൾ അമേരിക്കയും യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ അന്തിമമായ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ഇറാനും തയ്യാറെടുത്ത് നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വരാൻ പോകുന്നത് ഒരു ഭയാനകമായ യുദ്ധ ദിവസങ്ങളാണ്. അത് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികളെ വല്ലാതെ ബാധിക്കും. അത് ഗൗരവമേറിയ വിഷയം. നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രവാസികളെ മുഴുവൻ ബാധിക്കും. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഗൾഫ് രാജ്യം വഴിയാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ദുബായിലോ ഇപ്പം എമിറേറ്റ്സ്, ഗൾഫ് എയർ, എത്തിഹാദ്, ഇത് 3 അന്താരാഷ്ട്ര ഇന്റർനാഷണൽ എയർലൈനുകളാണ് UAE നിന്ന് വരുന്നത്. 3 UAE നിന്ന് വരുന്ന, ഖത്തർ എയർവേസ് ദോഹയിൽ നിന്ന് വരുന്നത്, ബഹ്റൈന്, സൗദി നമ്മൾ കാര്യമായിട്ട് ആശ്രയിക്കുന്നില്ല. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുള്ളവരെല്ലാം ഇവിടെ വന്നിട്ടാണ് വരുന്നത്. കൂടാതെ ഗൾഫ് രാജ്യങ്ങളുടെ മലയാളികൾ മുഴുവനുണ്ട്. അപ്പോൾ ഗൗരവമായി ബാധിക്കും. കാരണം ഈ അവരുടെ തൊട്ടടുത്താണ് ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ര ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട്. ലോകമെമ്പാടുള്ള മലയാളികൾ പലപ്പോഴും ഗൾഫ് രാജ്യം വഴി ആയിരിക്കും നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. എന്തായാലും കാത്തിരിക്കാം. അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇസ്രായേലിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവർക്ക് പോരാടിയേ മതിയാവൂ. അതേസമയം ഇറാന് അങ്ങനെയൊന്നും വിട്ടുവീഴ്ച ചെയ്ത് ഭയന്ന് നിന്നു കൊടുക്കുന്നത് ലെബനനെ പോലെ. ലെബനൻ ഇസ്രായേൽ പട്ടാളത്തെ കണ്ടപ്പോൾ തന്നെ പിന്നോട്ട് മാറി. അങ്ങനെ പോകുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്ന കരുതാം. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. സമാധാനം ലോകത്തിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി. നമസ്കാരം.